نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب. قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവരുടെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഏതാനും ആഴ്ചകളിലായി ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉദ്ധരിച്ച ക്രമമനുസരിച്ച് അതിൻ്റെ ഗുണപാഠങ്ങളോടുകൂടി ഖുതുബകളിലൂടെ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ ഖുതുബയിൽ ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന രണ്ട് പാഠങ്ങൾ മാന്യ ശ്രോതാക്കളുടെ മുമ്പിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വസ്തുത നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ രണ്ടാമത്തേത് നീതി നിർവഹണവുമായി ബന്ധപ്പെട്ടാണ്. നേതൃത്വവുമായി ബന്ധപ്പെട്ട സവിശേഷമായ ഒരു പാഠം സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതായി ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത് സൂറത്തു സ്വാദിലെ 34-35 ആയത്തുകളിലൂടെയാണ്. നീതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിഷ്കൃഷ്ടതയിൽ ഊന്നിയിട്ടുള്ള പാഠം ദാവൂദ് അലൈഹിസ്സലാമയും സുലൈമാൻ അലൈഹിസ്സലാമയും ഒരേ വിഷയത്തിൽ വിധി പറഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് സൂറ അംബിയായിലെ 78-79 ആയത്തുകളിലൂടെയുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നേതൃത്വവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിനും പുറത്തും നിലനിൽക്കുന്ന രീതിശാസ്ത്രത്തിന്റെ പ്രവർത്തനം എത്രമേൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നും ഈ ആയത്തുകൾ നമ്മെ ബോധവൽക്കരിക്കുന്നു.
സൂറത്തുൽ സ്വാദിലെ 34-35 സൂക്തങ്ങളാണ് ഇന്നത്തെ ഖുതുബയുടെ മുഖദ്ദിമയിൽ പാരായണം ചെയ്തത്. സൂക്തങ്ങൾ ഇങ്ങനെ: വലഖദ് ഫതന്നാ സുലൈമാന, നാം സുലൈമാൻ അലൈഹിസ്സലാമയെ പരീക്ഷിച്ചു. വഅൽഖൈനാ അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ പീഠത്തിൽ നാം ഒരു ജഡം കൊണ്ടുപോയിട്ട്. സുമ്മ അനാം, പിന്നീട് സുലൈമാൻ അലൈഹിസ്സലാം പശ്ചാത്തപിച്ചു മടങ്ങി. ഖാല, പശ്ചാത്താപ വിവശനായി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: റബ്ബി ഗ്ഫിർലി, എന്റെ നാഥ, എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണം. വഹബ്ലി മുൽക, എനിക്ക് നീ അധികാരം, രാജത്വം നൽകുകയും വേണം. ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം മറ്റൊരാൾക്കും ഭൂഷണമാകാത്ത രാജത്വം. ഇന്നക അൻതൽ വഹാബ്, നീ ഏറെ ഔദാര്യം ചെയ്യുന്ന ദാതാവാണല്ലോ. ഇതാണ് സൂക്തങ്ങളുടെ നേർക്ക് നേരെയുള്ള അർത്ഥം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞ ഖുതുബകളിൽ നാം മനസ്സിലാക്കിയതുപോലെ വലിയ പ്രൗഢിയോടുകൂടി അക്കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഏകീകൃത ഫിലിസ്തീനിന്റെ ഭരണാധികാരിയായി, ഒപ്പം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രവാചകരുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭ്യമായ സൗകര്യങ്ങളെ കുറിച്ചും അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുമൊക്കെ നാം ഖുതുബകളിൽ മനസ്സിലാക്കിയതാണ്. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി: എനിക്ക് ശേഷം എന്റെ സന്തതി പരമ്പരയിൽ തന്നെ ഈ നേതൃത്വം നിലനിൽക്കട്ടെ. എനിക്ക് ശേഷം എന്റെ മകൻ ഇനി അധികാരം വാഴണം. ന്യായമായി ഒരു വേള ദാവൂദ് അലൈഹിസ്സലാമിന് ശേഷം പ്രവാചകനായും ഭരണാധികാരിയായും, അഥവാ ഇമാമത്തും ഇമാറത്തും ഒരേ വ്യക്തിയിൽ സമ്മേളിച്ച ആ സവിശേഷമായ പ്രവാചകവര്യൻ ദാവൂദ് അലൈഹിസ്സലാമിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായി കടന്നു വന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അതേ രീതിയിൽ തന്നെ പ്രവാചകനായും ഏകീകൃത ഫിലിസ്തീനിന്റെ ഭരണാധികാരിയായും ദാവൂദ് അലൈഹിസ്സലാമയേക്കാൾ വല്ലാത്ത അളവിൽ ഉയർന്ന പ്രൗഢിയുള്ള അധികാരത്തിന്റെയും പ്രഭുത്വത്തിന്റെയും സംവിധാനങ്ങളുടെയും സന്നാഹങ്ങളുടെയും എല്ലാം മേഖല വെച്ച് നോക്കുമ്പോൾ വളരെ പ്രൗഢിയോടെ അധികാരത്തിൽ വന്ന ശേഷം ഇനി എനിക്ക് ശേഷം എന്റെ മകൻ ആയിരിക്കട്ടെ എന്ന ഒരു തോന്നൽ ഉണ്ടായി വന്നു. ആ ഉണ്ടായി വന്ന തോന്നൽ എത്രമേൽ അനിസ്ലാമികമാണ് എന്ന് അദ്ദേഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വീക്ഷിക്കുന്നു. അദ്ദേഹത്തെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഈ ചിന്തയെ തന്നെ ഒരു പരീക്ഷണമാക്കിയെടുക്കാൻ അല്ലാഹു ഉപയോഗിച്ചു എന്നതാണ് വസ്തുത. സുലൈമാൻ അലൈഹിസ്സലാമുക്ക് മക്കളുണ്ടായിരുന്നു. എത്ര മക്കൾ, ഏതൊക്കെ പേരുകൾ, എന്തൊക്കെ എന്നൊന്നും ചരിത്രത്തിൽ കൃത്യമായി നമുക്ക് ലഭ്യമാവുകയില്ല. പക്ഷെ മുഫസ്സിറുകൾ ഊന്നി പറയുന്ന ഒരു പേര് റജൂആം എന്നാണ്. ഉച്ചാരണം അങ്ങനെ തന്നെയാണോ എന്ന്, അത് അറബി ഭാഷയാണോ മറ്റേതെങ്കിലും ഭാഷയാണോ എന്ന കാര്യവും നിജപ്പെടുത്താൻ നമുക്ക് സാധ്യമാകുന്നില്ല. എന്തായിരുന്നാലും റജൂആം എന്ന പേരിൽ അറിയപ്പെടുന്ന തന്റെ ഒരു മകനെ തനിക്ക് ശേഷം അധികാരമേൽപ്പിക്കാം എന്ന ഒരു ചിന്ത സുലൈമാൻ അലൈഹിസ്സലാമിൽ വന്നു. ആ ചിന്ത വന്നപ്പോൾ ആ ചിന്തയെ തന്നെ ഒരു പരീക്ഷണത്തിന് കാരണമാക്കി അല്ലാഹു എടുത്തു. വലഖദ് ഫതന്നാ സുലൈമാന, സുലൈമാൻ അലൈഹിസ്സലാമയെ നാം പരീക്ഷിച്ചു. ഇതിന്റെ പേരിൽ പരീക്ഷിച്ചു എന്നാണ്. എങ്ങനെയാണ് പരീക്ഷിച്ചത്? ഒരിക്കൽ അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കാൻ വന്നു നോക്കുമ്പോൾ ആ സിംഹാസനത്തിൽ ഒരു മൃതശരീരം ഇരിക്കുന്നു, ഒരു ജഡം. വഅൽഖൈനാ അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിന്റെ കുർസിയിൽ, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ, പീഠത്തിൽ ഒരു ജഡത്തെ നാം കൊണ്ടുപോയിട്ടു. അള്ളാഹു തന്നെ നേർക്ക് നേരെയിട്ടു എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ അല്ലാഹു സംവിധാനിച്ചു. ഇത് വലിയ ഒരു തിരിച്ചറിവാണ് സുലൈമാൻ അലൈഹിസ്സലാമുക്ക് നൽകിയത്. തനിക്ക് ശേഷം തന്റെ മകന് അധികാരമേൽപ്പിക്കാം എന്ന ചിന്ത
കടന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ചിന്ത എത്രമേൽ അനിസ്ലാമികമാണ്. പ്രത്യേകിച്ചും താങ്കളുടെ മകൻ അതിന് മാത്രം യോഗ്യനും കെൽപ്പും കഴിവുമില്ലാത്ത ഒരാളായിരിക്കെ അങ്ങനെ ഒരു മകന് അധികാരമേൽപ്പിക്കാമെന്നും അങ്ങനെ നേതൃത്വം കുടുംബത്തിൽ ഊന്നി നിൽക്കാം. നേതൃത്വം ഏതോ തറവാടിന്റെ കയ്യിലാവാം. നേതൃത്വം അങ്ങനെ അത് രാഷ്ട്രീയത്തിലായിരുന്നാലും മതത്തിലായിരുന്നാലും അങ്ങനെ പരമ്പരയായി തുടരട്ടെ എന്ന രീതിയിലുള്ള ഒരു ചിന്ത അത് ഇസ്ലാമിന്റെ താല്പര്യത്തിന് എതിരാണ്. കാരണം നിങ്ങളുടെ മകൻ കെൽപ്പില്ലാത്തവനാണ്, അവൻ കഴിവില്ലാത്തവനാണ്. അവൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് പകരം ഈ മൃതശരീരം ഇരുന്നാൽ മതി. ഈ മൃതശരീരം ഈ സിംഹാസനം ഇരിക്കുന്നത് പോലെയാണ് ഈ നേതൃത്വം കൈയാളാൻ കഴിവും യോഗ്യതയുമില്ലാത്ത ഒരാൾ നിങ്ങളുടെ മകനായി പോയി എന്ന കാരണത്താൽ ഈ സിംഹാസനത്തിൽ ഇരുത്തുന്നത് എന്ന് അള്ളാഹു കൃത്യമായിട്ട് ബോധവൽക്കരിക്കുകയാണ്. വല്ലാത്തൊരു പാഠമാണ്. തികച്ചും പ്രതീകാത്മകമായ ഒരു ബോധവൽക്കരണം, സിംബോളിക്കായ ഒരു ബോധവൽക്കരണം. സിംഹാസനത്തിൽ കയറിയിരിക്കാൻ വേണ്ടി പ്രൗഢപ്രഭുവായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ആ സിംഹാസനത്തിൽ ഒരു മൃതശരീരം കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ആരാണ് ചെയ്തത്? ന്യായമായും ആ രാഷ്ട്ര സംവിധാനത്തിനകത്ത് ഒരാളും ഈ ഭരണാധികാരി സിംഹാസനത്തിൽ ഇങ്ങനെ ഒരു മൃതശരീരം കൊണ്ടുവന്ന് വെക്കുകയില്ല. അല്ല തന്നെ പറഞ്ഞു, നാം ആണത് ചെയ്തത്. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നാം ഒരു മൃതശരീരം കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഈ യാഥാർത്ഥ്യം കണ്ടപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമുക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് തൊട്ടുടനെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഉടനെ സുലൈമാൻ അലൈഹിസ്സലാം പശ്ചാത്തപിച്ച് മടങ്ങി എന്നാണ്. ഇത് ശരിയല്ല. കഴിവും യോഗ്യതയും പ്രാപ്തിയുമുള്ളവരാണ് കാര്യങ്ങൾ കൈയാളേണ്ടത്. ദാവൂദ് അലൈഹിസ്സലാമയാകുന്ന തന്റെ പിതാവിന് ശേഷം എനിക്ക് നേതൃത്വം നൽകപ്പെടാനും ഈയുള്ളവൻ പ്രവാചകനായി നിയുക്തനാകാനുമുള്ള കാരണം ദാവൂദിന്റെ മകനായി എന്നതല്ല. അതിനുള്ള യോഗ്യതയും ശേഷിയും എനിക്കുള്ളത് കൊണ്ട് നാഥൻ കനി നൽകിയതാണ്. അതുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാമക്ക് ശേഷം ഈയുള്ള മകനാകുന്ന ഞാൻ സുലൈമാൻ എന്ന ഈയുള്ളവൻ ഭരണാധികാരിയായും പ്രവാചകനായും വന്നത് കുടുംബത്തിന്റെ താവഴി നോക്കിയിട്ടല്ല, മറിച്ച് യോഗ്യതയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ദാവൂദ് അലൈഹിസ്സലാമയേക്കാൾ ഈ രംഗത്ത് ഇത്തിരി മികവാർന്ന ഭാവേന സുലൈമാൻ അലൈഹിസ്സലാമയെ ഖുർആൻ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ ഖുതുബകളിൽ നാം ശ്രമിച്ചത്. ദാവൂദ് അലൈഹിസ്സലാമക്ക് നൽകിയതിനേക്കാൾ ഔദാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹിസ്സലാമക്ക് നൽകിയതായി നാം മനസ്സിലാക്കി. രണ്ടുപേരും ബാപ്പയും മകനും തന്നെ, പിതാവും പുത്രനും. പക്ഷെ അതൊരു തെറ്റായ സന്ദേശമായി നിങ്ങൾ കാണരുത്. ആ സുലൈമാനെ പോലെയല്ല ഇപ്പോൾ സുലൈമാന്റെ ഈ മകൻ അതിന് യോഗ്യനല്ല എന്നല്ല. ഇത് പരമ്പരയായി കുടുംബത്തിലും തറവാടിത്തത്തിലുമൊക്കെ തളച്ചിടേണ്ടുന്ന ഒന്നായി നിങ്ങൾ മനസ്സിലാക്കാനും പാടില്ല. നേതൃയോഗ്യതയാണ് പ്രധാനം, കഴിവും ശേഷിയുമാണ് പ്രധാനം, ബസീറ ഉൾക്കാഴ്ചയാണ് പ്രധാനം, അറിവും അതിനനുസരിച്ച ജീവിത വിശുദ്ധിയുമാണ് പ്രധാനം. അത് ഉള്ളവരെ ഈ സംഗതി കൈയാളാൻ പറ്റൂ. അതുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം അങ്ങയുടെ ചിന്ത അബദ്ധമാണ്. അങ്ങേക്ക് ഈ സംഗതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ശേഷം അങ്ങയുടെ മകന് ഈ ഏകീകൃത ഫിലസ്തീനിന്റെ അധികാരത്തെ ചെയ്യാൻ യഥാർത്ഥത്തിൽ അങ്ങിരുന്ന സ്ഥാനത്ത് ഒരു മൃതശരീരത്തെ ഇരുത്തുന്നത് പോലെയാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് അദ്ദേഹത്തെ ബോധവൽക്കരിക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ തിരിച്ചറിവ് ശരിയായി ഉൾക്കൊണ്ടപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം പശ്ചാത്തപിച്ചു. എന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന തൊട്ടടുത്ത ആയത്തിൽ സൂറത്തു സ്വാദിലെ 35-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഖാല, അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഗ്ഫിർലി, എന്റെ നാഥ എനിക്ക് നീ പുറത്തു തരണം. എനിക്ക് അബദ്ധമാണ് സംഭവിച്ചത്, തെറ്റ് പറ്റിപ്പോയി, നീ എനിക്ക് പുറത്തു തരണം. വഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ മറ്റാർക്കും ലഭ്യമാകേണ്ടതില്ലാത്ത ഈ രാജ്യത്വം എനിക്ക് നീ നൽകുകയും താ. ഞാനത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാം. എന്റെ കാലമനുസരിച്ച്, എന്റെ യോഗ്യത അനുസരിച്ച് ഞാൻ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് നിർവഹിക്കാം. എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ ആർക്കും അത് കിട്ടേണ്ടതില്ല. യോഗ്യതയും അർഹതയും ഉള്ളവരാരോ അവർ ഈ സ്ഥാനത്ത് വരട്ടെ. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് പറ്റിയ തെറ്റ് നീ പുറത്തു തരണം. ഈ അധികാരം, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തം
അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ മറ്റാർക്കും ലഭ്യമല്ലാത്ത വിധമുള്ള ആ ഐശ്വര്യത്തോടു കൂടി എനിക്ക് ശേഷം എന്റെ പരമ്പരയിൽ മറ്റാർക്കും ലഭ്യമാകാത്ത വിധമുള്ള ഐശ്വര്യത്തോടെ എനിക്ക് ആ അധികാരം നിലനിർത്തിത്താം, ഞാനത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാം. ഇന്നക അൻതൽ വഹാബ്, നീ വല്ലാതെ ഔദാര്യം കാണിക്കുന്നവനാണ്, നീയാണല്ലോ ഇതിന്റെ എല്ലാം ദാതാവ് എന്ന് സുലൈമാൻ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. വലിയൊരു പാഠം ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് സഹോദരി സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇസ്ലാമിൽ ഒരിക്കലും അധികാരം പാരമ്പര്യമായി തുടരുന്ന പ്രവണതയിലല്ല ഉള്ളത്. അത് കഴിവും യോഗ്യതയുമുള്ളവർ ഏറ്റെടുക്കലാണ്. അതൊരു ചെറു സംഘത്തിന്റെ നേതൃസ്ഥാനമായിരുന്നാലും, അതൊരു മഹല്ലത്തിന്റെ നേതൃസ്ഥാനമായിരുന്നാലും, അതൊരു മതസംഘടനയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തിന്റേതോ ആയിരുന്നാലും ശരി, നമ്മളൊരു ഉദ്ദേശം വെച്ച് ഒന്നിച്ചു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തെ കുറിച്ചുള്ള ചിന്തയിൽ പോലും അവിടെ യോഗ്യതയും കഴിവും ആദർശവിശുദ്ധിയും ജീവിത വിശുദ്ധിയും ഉൾക്കാഴ്ചയും ശേഷിയും ഒക്കെയാണ് ഇസ്ലാം പരിഗണിക്കുക. അതല്ലാതെ കുടുംബത്തിനോ തറവാടിത്തത്തിനോ ഒരു പരിഗണനയും ആ വിഷയത്തിൽ കൊടുക്കാറില്ല എന്നാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ തനിക്ക് ശേഷം ഇന്ന ആളി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ഒരിക്കലും വസിയത്തായിട്ട് പറഞ്ഞില്ല. അങ്ങനെ ആരെയും പ്രത്യേകിച്ച് നിർദ്ദേശിച്ചുമില്ല. ശേഷം സഹാബയെ കിറാം കൂടിയാലോചിച്ച് നീണ്ട ചർച്ചക്കൊടുവിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അധികാരമേൽപ്പിച്ചത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ എണ്ണം 4 എന്ന് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ തുടങ്ങി 4ാമത് ഖലീഫ വരെ എണ്ണി വരുന്നതോടുകൂടി അത്രയും ആളുകളെ ചേർത്ത് ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗജാരികളായ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ റുഷ്ദോടുകൂടി ഉൾക്കാഴ്ചയോടെ തന്റെ ഇടത്തോടെ അധികാരം ഏറ്റെടുത്ത് ദൗത്യം നിർവഹിച്ച ഖുലഫാഇങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. 5ാമതൊരു ഖലീഫയുണ്ട്. ആ ഖലീഫ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹത്തെ ഒരിക്കലും ഖുലഫാഉർ റാഷിദിന്റെ എണ്ണത്തിൽ ലോക മുസ്ലിം സമൂഹം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? അദ്ദേഹം വിചാരിച്ചു കളഞ്ഞു, ഇനി എനിക്ക് ശേഷം എന്റെ മകൻ അധികാരത്തിൽ വരട്ടെ, അങ്ങനെ എന്റെ കുടുംബത്തിൽ താഴ്വഴിയായി തുടരട്ടെ എന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിന്റെ നേതൃഗുണമുള്ളവർ അധികാരത്തിൽ വരിക, യോഗ്യതയുള്ളവർ സമൂഹത്തെ നയിക്കുക. ഏതൊരു തരത്തിലായിരുന്നാലും അത്തരം ആളുകൾ മാത്രം നേതൃത്വം വേണമെങ്കിലേ അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലമുണ്ടാകൂ എന്ന കൃത്യമായ ഇസ്ലാമിന്റെ പാഠം ലംഘിക്കപ്പെട്ടപ്പോൾ അതോടുകൂടി ലോക മുസ്ലിമീങ്ങൾ തീരുമാനിച്ചു, മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖുലഫാഉർ റാഷിദിൽ പെടേണ്ടതില്ല എന്ന്. ഇത്രയും വലിയ തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിന് ഉണ്ടായി വന്നിട്ടുണ്ട് എങ്കിൽ പ്രവാചകന്മാരുടെ പാഠങ്ങളിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പാഠത്തിലൂടെ, സഹാബയെ കിറാം തുറന്ന പാഠത്തിലൂടെ ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. സുലൈമാൻ അലൈഹിസ്സലാം മാപ്പ് ചോദിക്കുകയാണ് തമ്പുരാനോട്. അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വിഷയമാക്കിയെടുക്കുക. തനിക്ക് ശേഷം തന്റെ മകൻ അധികാരത്തിലിരിക്കട്ടെ എന്ന ഒരു ചിന്ത ഒരു പിതാവിന്റെ മനസ്സിൽ വന്നുപോയി. ചിലപ്പോൾ അദ്ദേഹത്തിന് ന്യായമുണ്ടായിട്ടുണ്ടാവാം. എന്റെ ബാപ്പയാകുന്ന ദാവൂദ് അലൈഹിസ്സലാമുക്ക് ശേഷം ഞാനാകുന്ന മകൻ സുലൈമാൻ അധികാരമേൽപ്പിക്കപ്പെട്ടതുപോലെ ആ ഒരു രീതി അനുസരിച്ച് എനിക്ക് ശേഷം എന്റെ മകൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് ഒരു വലിയ പാപമായ ചിന്തയായിട്ട് ഒരു വേള നമുക്ക് തോന്നുകയില്ല, അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ഇടപെടൽ നടത്തി, വളരെ കൃത്യമായ ഒരു ഇടപെടൽ. തന്റെ സിംഹാസനത്തിൽ ഒരു മയ്യിത്തിരിക്കുക. പ്രവാചക പ്രഭുവായ സുലൈമാൻ അലൈഹിസ്സലാം വന്ന് നോക്കുമ്പോൾ ഈ കാഴ്ച കാണുക. നിങ്ങൾ ഇരിക്കുന്ന സാധാരണ ഒരു സീറ്റിൽ ഒരു മയ്യിത്ത് കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്ന് വിനയപുരസ്സരം ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇങ്ങനത്തെ ഒന്ന് ഇരിക്കുന്നതായിരിക്കും ഭംഗിയാവുക എന്ന് നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പ്രതീകാത്മകമായി ഒരു 4 കാലി മൃഗത്തെ കൊണ്ടുവന്നിരുത്തിയാൽ സഹിക്കുമോ എന്ന് ചിന്തിക്കുക. അത്രത്തോളം ശക്തമായ മൂളയുള്ള മനുഷ്യന്റെ ചിന്തയിൽ ഒരു വലിയ സ്ഫോടനം സംഭവിപ്പിക്കുമാറ് മനുഷ്യബുദ്ധിയെ ചിന്തിപ്പിക്കുന്ന ഇടപെടലാണ് നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിംഹാസന മയ്യിത്തിനെ കൊണ്ടുവന്നിരുത്തി. ഇവിടെ നിങ്ങൾക്ക് പകരം നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ച ആളെ ഇരുത്തുന്നതിനേക്കാൾ നല്ലത് ഈ സാഹിബാകുന്ന ജനാസ ഇരിക്കലാണ് ഭംഗി എന്ന് പച്ചക്ക് പറയുന്ന രീതിയാണ് ഇത് എന്ന് വിനയപുരസ്സരം നമ്മൾ ചിന്തിക്കണം. അത്രയും സുന്ദരമായ ഇടപെടൽ, ഇത്രയും പ്രതീകാത്മകമായി
ഇത്രയും സർഗാത്മകമായി, ഇത്രയും കലാപരമായി, ഇത്രയും ഭാവനാത്മകമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് വലിയ പാഠങ്ങൾ ഇതിലുണ്ട് എന്ന് വിനയ പുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേതൃത്വം എന്നത് ആരെങ്കിലും ഏൽപ്പിക്കേണ്ടുന്ന ഒന്നല്ല. ആരെങ്കിലുമാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത് എങ്കിൽ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ടിടത്ത് വേറെ ആരെങ്കിലും കയറിയിരുന്നാൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾ എന്തുണ്ടോ ആ അനർത്ഥങ്ങൾക്ക് ഈ സമുദായത്തിനകത്ത് കുറവില്ല എന്ന് മഹല്ല് സംവിധാനം മുതൽ മേലോട്ട് ചിന്തിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ബോധ്യമാകും. ഇതൊന്നും വിശുദ്ധ ഖുർആൻ വെറുതെ പഠിപ്പിക്കുന്ന പാഠങ്ങളല്ല. ഖത്മ് തീർക്കുന്നതിൽ പുണ്യം കാണുന്ന മുസ്ലിം സമുദായം ഇനി മുതൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആയാത്തുകളുടെ അർത്ഥവും വിശദീകരണവും പഠിക്കട്ടെ. എന്നിട്ട് കാലികമായി ഈ വിഷയങ്ങളെ ചേർത്ത് വെക്കട്ടെ. അപ്പോൾ ഒരു സമുദായം നിൽക്കേണ്ട സ്ഥാനത്ത് കീഴ്പോട്ട് വന്നതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ കൃത്യമായി തെളിഞ്ഞു കാണും. നാം മുമ്പിൽ തുറന്നു വെച്ച വിശുദ്ധ ഖുർആനിൽ അത്രയും കൃത്യമായ ഒരു പഠന രീതി ഈ വരുന്ന റമദാൻ മാസം മുമ്പിൽ കണ്ടുകൊണ്ടെങ്കിലും മുസ്ലിം സമുദായം തുടങ്ങണമെന്ന് വിനയ പുരസ്സരം ഉത്ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ തുടർ പഠനത്തിന്റെ ഭാഗമായി വന്ന ഈ സൂക്തം ഇത്രയും അളവിൽ വിശദീകരിക്കേണ്ടി വന്നത്. മുസ്ലിം സമുദായത്തിനകത്ത് ഈ തെറ്റായ കീഴ്വഴക്കമുണ്ടോ? ഉണ്ടെന്ന് പറയാനേ ബുദ്ധിയുള്ളവർക്ക് കഴിയും. സമുദായത്തിന് പുറത്തുണ്ടോ? അവിടെയും ഉണ്ടെന്നാണ് മനസ്സിലാവുക. റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കപ്പെടുന്ന നേതൃത്വങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഖേന ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ സമുദായവും സമൂഹവും നമ്മുടെ രാഷ്ട്രവും ഒരുപോലെ അനുഭവിക്കുന്നു എന്ന് മാത്രം വൃത്തിയായി പറയാൻ പറ്റുന്ന ഒരു ഭാഷയിൽ നമുക്ക് പറഞ്ഞു വെക്കാം. അതിനപ്പുറത്തുള്ള വിശകലനങ്ങൾ നിങ്ങൾക്ക് വേണ്ട അളവിൽ പുറത്ത് നടത്തുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അത് അധികാരം ഏൽപ്പിക്കപ്പെടുന്നവരെയാണ് ഏൽപ്പിക്കേണ്ടത്. കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെ ഏൽപ്പിക്കണം. അവർ ഉൾക്കാഴ്ചയുള്ളവരായി തീരണം എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ചരിത്രത്തിന്റെ ബാക്കി കൂടി മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശേഷി അനുസരിച്ച് ഉൾക്കാഴ്ചയോടുകൂടി ആ ഏകീകൃത ഫിലസ്തീനിനെ ഏറ്റവും അജയ്യമായ ശക്തിയായി പ്രവാചകനായി നിന്നുകൊണ്ട് ഭരണാധികാരിയായി നിന്നുകൊണ്ട് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം നാം ഖുതുബയിൽ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം വഫാത്തായ ശേഷം ബനൂ ഇസ്രായേൽ സമുദായമാകുന്ന മുസ്ലിം സമുദായം തെറ്റുതിരുത്തിയില്ല. മുസ്ലിം സമുദായം പലപ്പോഴും അങ്ങനെ ചിന്തയോടുകൂടിയല്ലോ പോവാറുള്ളത്. ഇവർ ഈ അബദ്ധം തന്നെ ചെയ്തു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അവർ സുലൈമാൻ അലൈഹിസ്സലാമിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഈ റജൂആമിനെ തന്നെ അധികാരിയാക്കിയത്രേ. ആ സിംഹാസനത്തിൽ സുലൈമാനുടെ മകനെ തന്നെ ഇരുത്തിയെന്നാണ്. അധികം വൈകേണ്ടി വന്നില്ല. അപ്പോഴേക്ക് രാഷ്ട്രം ഛിന്ന ഭിന്നമായി. ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായി. ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നു 10 ഗോത്രങ്ങൾ ഒന്നായി തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് ഈ ഏകീകൃത ഫലസ്തീൻ ഛിന്ന ഭിന്നമാക്കിയിട്ട് അവർ ഉത്തര ഫിലസ്തീൻ എന്ന പേരിൽ വേറെ ഒരു രാഷ്ട്രമായിട്ട് മാറി എന്നാണ്. ഭീകരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ്. പിന്നീട് ആ പരമ്പരയിൽ സുലൈമാൻ അലൈഹിസ്സലാമയെ പോലെയോ അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാമയെ പോലെയോ ഒരു നേതൃത്വം പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്നും ഫിലസ്തീന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് വിനയ പുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ചരിത്ര പഠനത്തിന് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വിഷയമായി എടുക്കാമെങ്കിൽ എടുക്കേണ്ടുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സമുദായം അവരുടെ നേതൃസ്ഥാനത്ത് അവരോധിക്കേണ്ടവർ ആരായിരിക്കണം തിരിച്ചറിവില്ലാതെ പിൻവാതിലൂടെയും ഉപജാപത്തിലൂടെയും ധനപരമായ മികവിന്റെയും ഗുണ്ടായുസത്തിന്റെയും മറവിൽ അല്ലെങ്കിൽ തറവാടിത്തത്തിന്റെ പേരിൽ കയറി വന്നവരെ അധികാരം എത്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവർ ഗുണം പിടിക്കില്ല എന്നതിന്റെ ഏറ്റവും നല്ല മാതൃകയാണ് ദാവൂദ് അലൈഹിസ്സലാം ശേഷം സുലൈമാൻ അലൈഹിസ്സലാം. കഴിവുള്ള യോഗ്യതയുള്ള വിശുദ്ധിയുള്ള 2 പ്രവാചക പ്രമുഖന്മാർ അവർക്ക് ശേഷം അധികാരം അവരിൽപ്പെട്ട പരമ്പരയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു നടത്തിയ ഇടപെടലും അതിന്റെ തുടർച്ചയായി ഖുർആൻ നൽകുന്ന പാഠവും ശേഷവും തെറ്റുതിരുത്താൻ ഒരു സമുദായം തയ്യാറാകാതെ വന്നപ്പോൾ സംഭവിച്ച ദുരന്തവും പഠന വിഷയമാക്കിയാൽ ഇത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. സുലൈമാൻ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന 2ാമത് പാഠം നീതി നിർവഹണവുമായി ബന്ധപ്പെട്ടാണ്. അത് സൂറ അൽ അംബിയായിലാണ് അള്ളാഹു നമ്മെ ബോധവൽക്കരിക്കുന്നത്. 78, 79 ആയാത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നു വദാവൂദ വസുലൈമാന. ദാവൂദ് അലൈഹിസ്സലാം സുലൈമാൻ അലൈഹിസ്സലാം ഇത് യഹ്കുമാനി ഫിൽ ഹർസ്. 2 പേരും ഒരു വയലിന്റെ കൃഷിയിടത്തിന്റെ കാര്യത്തിൽ വിധി പറഞ്ഞു. 2 പേരും ഒരു കൃഷിയിടത്തിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു. ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗം. രാത്രി വേളയിൽ ആ കൃഷിയിടത്തിൽ വേറെ ആളുകളുടെ ആടുകൾ കയറി മേഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളുടെ കൃഷിയിടം, ആ കൃഷിയിടത്തിൽ രാത്രി വേളയിൽ വേറെ ഒരാളുടെ ആട്ടിൻപറ്റം കയറിയിട്ട് വിളകുന്നു, കൃഷിയിടത്തിൽ മേഞ്ഞു നടന്നു. ആ വിഷയത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമയും ദാവൂദ് അലൈഹിസ്സലാമയും
ബാപ്പയും മകനും വിധി പറഞ്ഞു. വകുന്നാ ലിഹുകുമിഹിം ഷാഹിദീൻ. അവരുടെ ഈ വിധി പറച്ചിലിന്, അവരുടെ ഈ വിധി തീർപ്പിന്, അവരുടെ ഈ വിധി പ്രസ്താവത്തിന് ഈ ഉള്ളവൻ അള്ളാഹു സാക്ഷിയായിരുന്നു എന്ന്. സുലൈമാൻ, ആ വിഷയത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമക്ക് നാം കൃത്യമായ ഒരു അറിവ് നൽകി. അദ്ദേഹത്തിന് നാം ഫഹ്മും, കൃത്യമായ ഒരു അറിവ്, ഉൾക്കാഴ്ച നൽകി. രണ്ടുപേരും രണ്ടുപേർക്കും നാം അറിവ് നൽകിയിട്ടുണ്ട്, രണ്ടുപേർക്കും നാം യുക്തിജ്ഞാനം നൽകിയിട്ടുണ്ട്, രണ്ടുപേരും പ്രവാചകന്മാരാണ്. പക്ഷെ ഈ വിഷയത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമക്ക് നാം പ്രത്യേകമായ ഒരു അറിവ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സംഭവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വേറെ വിശദീകരണമില്ല. തിരുവചനങ്ങൾ സഹിയായ ഹദീസിലൂടെ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ വേറെ ഹദീസുകളുമില്ല. എന്നാൽ ഈ വിഷയത്തെ കുറിച്ച് മഹാന്മാരെ മുഫസ്സിരീങ്ങൾ എഴുതി വെച്ച ഒരു സംവിധാനമുണ്ട്, ഒരു സംഭവം. അത് ഇങ്ങനെയാണ്: സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ബാപ്പയും മകനും ജീവിച്ചിരിക്കുന്നു. കേസുമായി ഒരാൾ മുമ്പിൽ ഹാജരായി. ദാവൂദ് നബിയുടെ അടുക്കലാണ് ഹാജരായത്, അഥവാ പിതാവിന്റെ അടുക്കൽ. വിഷയം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ആടുകൾ മേയുന്നു. രാത്രികാലത്ത് ആരോ കൊണ്ടുവന്ന് കൃഷിയിടത്തിൽ ആടുകളെ തീറ്റുന്നു. ഇതായിരുന്നു പ്രശ്നം. ആ കേസ് ഉന്നയിക്കുകയും ദാവൂദ് അലൈഹിസ്സലാം കേസ് പഠിക്കുകയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോ ആടുകളെ തീറ്റുന്ന കക്ഷി ഏതെന്നും അദ്ദേഹത്തിനാണ് തന്നെ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് മനസ്സിലായപ്പോ ദാവൂദ് അലൈഹിസ്സലാം വിധി പറഞ്ഞത്രേ, ഈ ആടുകൾ മുഴുവൻ ഈ തോട്ടക്കാരന് കൊടുക്കണം. ഈ തോട്ടക്കാരന്റെ കൃഷിയിടത്തിൽ കയറി മേഞ്ഞ ആടുകളെയെല്ലാം പിടിച്ചെടുത്ത് ആ തോട്ടക്കാരന് കൊടുക്കാൻ ദാവൂദ് അലൈഹിസ്സലാം വിധി പറഞ്ഞു. ഇതേ കേസുമായി തന്നെ മകൻ സുലൈമാൻ നബിയുടെ അടുക്കൽ ചെന്നു, ഈ വാദിയും പ്രതിയും കൂടിയിട്ട്. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമക്ക് ഈ വിഷയത്തിൽ സുലൈമാൻ, വിശുദ്ധ ഖുർആൻ പറയുന്നു, സുലൈമാന് നാം പ്രത്യേകമായ ഒരു അറിവ്, പ്രത്യേകമായ ഒരു ഗ്രാഹ്യം, പ്രത്യേകമായ ഒരു ഉൾക്കാഴ്ച നൽകിയിരുന്നു. അതുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം തന്റെ പിതാവിന്റെ വിധി തീർപ്പിനോട് വിയോജിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആടുകൾ നശിപ്പിച്ച ആ കൃഷിയിടം നേരെ ചൊവ്വേ ആക്കി എടുക്കാൻ മതിയായ സമയം എത്രയോ അത്രയും കാലം മാത്രമേ ഈ ആടുകളെ ഈ കൃഷിയിടത്തിന്റെ ഉടമസ്ഥന് കൈവശം വെക്കാവൂ. അങ്ങനെ കൃഷിയിടം നേരെ ചൊവ്വേ പുനഃക്രമീകരിക്കപ്പെട്ടാൽ ഈ ആടുകളെ തിരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം വിധി പറഞ്ഞു. രണ്ടുപേരും പ്രവാചകന്മാരാണ്. രണ്ടുപേരുടെ മുമ്പിലും ഒരു കേസ് വന്നിരിക്കുകയാണ്. ദാവൂദ് അലൈഹിസ്സലാമക്കും ഇൽമും ഹിക്മത്തും കിട്ടിയിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടുപേർക്ക് നാം ഇൽമ കൊടുത്തിട്ടുണ്ട്, രണ്ടുപേർക്ക് നാം യുക്തിജ്ഞാനവും കൊടുത്തിട്ടുണ്ട്, രണ്ടുപേർക്ക് നുബുവത്തുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു വിഷയത്തിൽ ദാവൂദ് അലൈഹിസ്സലാം വിധിച്ച വിധിയിനേക്കാൾ കുറെ കൂടി ന്യായവും നീതി നിഷ്കൃഷ്ടമായി പുലർന്നതുമായ അവസ്ഥയിലാണ് സുലൈമാൻ അലൈഹിസ്സലാം വിധിച്ചത്. അതാണ് ഈ വിഷയത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം. അതിൽ ആര് മുമ്പിൽ ആരിപ്പിന് തർക്കമല്ല, ആരുടേത് ശരി ആരുടേത് ഏറ്റവും ശരി എന്ന തർക്കവുമില്ല. മറിച്ച് വളരെ കൃത്യമായ ഒരു വിഷയമാണ് ഇത് മുഖേന പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അതിലൊന്ന് നിഷ്കൃഷ്ടമായ നീതിയാണ് നടപ്പാക്കപ്പെടേണ്ടത്. എങ്ങനെയെങ്കിലും നീതി നടപ്പാക്കിയാൽ പോരാ, നിഷ്കൃഷ്ടമായ നീതി. ഒരേ വിഷയത്തിൽ ദാവൂദ് അലൈഹിസ്സലാം വിധിച്ചത് പ്രത്യക്ഷത്തിൽ നീതി തന്നെയാണ്. കാരണം ഈ കർഷകന്റെ, ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉടമസ്ഥന്റെ വിളവ് രാത്രി ആടുകളെ കൊണ്ടുപോയി വിട്ട് അത് മേയാൻ അനുവദിക്കുന്ന അവസ്ഥ അന്യായമാണ്. അതുകൊണ്ട് ആ അന്യായത്തിന്റെ പ്രതിവിധി ഈ ആടുകൾ ഈ കൃഷിയിടത്തിന്റെ ഉടമ കൈവശം വെക്കട്ടെ, ആടുകളെ പിടികൂടി അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ്. അതിൽ നീതിയുണ്ട്, ന്യായവുമുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമയുടെ വിധി നീതിയോട് വളരെ അടുത്ത് നിൽക്കുന്ന നിഷ്കൃഷ്ടമായ നീതി എന്ന് പറയുന്ന അവസ്ഥയിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പിതാവിന്റെ ആ വിധി എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ട് യോജിപ്പില്ല? ഈ കൃഷിയിടത്തിൽ ആടുകൾ കയറി മേഞ്ഞു, ആടുകളെ ഇന്ന ആൾ കയറ്റി മേയിച്ചു, അതാണ് പ്രശ്നം. അതുകൊണ്ട് താറുമാറായി പോയ ആ കൃഷിയിടം, അലങ്കോലപ്പെട്ടു പോയ ആ കൃഷിയിടം നേരെ ചൊവ്വേ പുനഃക്രമീകരിച്ച് സംവിധാനിച്ചു കൊടുക്കണം. അത്രയും കാലം ഈ ആടുകൾ ഈ കൃഷിയിടത്തിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ നിൽക്കട്ടെ. അത് നേരെ ചൊവ്വേ ക്രമീകരിച്ച് കുറ്റമറ്റ രീതിയിൽ പുനഃസംവിധാനിച്ചാൽ ആടുകളെ തിരിച്ചു കൊടുക്കട്ടെ എന്നാണ്. ഇത് സുലൈമാൻ അലൈഹിസ്സലാം വിധിച്ചതാ. രണ്ടുപേരുടെയും വിധി മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം അള്ളാഹു ബോധവൽക്കരിക്കുന്നു. എന്നാൽ രണ്ടുപേരെയും അള്ളാഹു ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യുന്നുമില്ല. രണ്ടുപേരും പ്രവാചകന്മാരാ. അതിലൂടെ നമുക്കുള്ള പാഠം നിഷ്കൃഷ്ടമായ നീതിയാണ് പുലരേണ്ടത്. അവിടെയാണ് അള്ളാഹുവിന്റെ താല്പര്യം. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാമക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ നിർദ്ദേശം കൊണ്ടും അറിവ് കൊണ്ടുമാണ് അത് സാധ്യമായത്. ശരി തന്നെ.
തന്നെ. പക്ഷെ അതിലൂടെ പഠിക്കേണ്ടുന്ന പാഠം ഇതാണ്: നിഷ്കൃഷ്ടമായ നീതി പുലരണം. ഏതോ നിലക്ക് നീതി സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ കേസ് വന്ന സ്ഥിതിക്ക് നമ്മളെന്തോ വിധിച്ചല്ലേ പറ്റൂ എന്ന നിലക്ക്, അല്ലെങ്കിൽ നീതിയും ന്യായവും നോക്കാതെയുള്ള രീതിയിൽ പക്ഷം ചേർന്നൊക്കെയുള്ള വിധി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് അള്ളാഹു സമ്മതിക്കുകയില്ല എന്ന് ദാവൂദ് അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര പഠനത്തിൽ നീതിന്യായ നിർവഹണത്തിന്റെ ഇസ്ലാമിക മാനം ഈ മിമ്പറിൽ വിശദീകരിച്ച് എന്റെ മാന്യ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകും. അത്രയും കൃത്യമാണ് ഇസ്ലാമിന്റെ ഇടപെടൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നബിയിൽ നിന്ന് അംറുൽ ആസ് റളിയല്ലാഹു തആല ഉദ്ധരിച്ച ഒരു ഹദീസ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്: ഇദജ്തഹദൽ ഹാകിം, ഒരു നീതിന്യായ നിർവാഹകൻ, ഒരു ജഡ്ജി, ഒരു വിധി പറയേണ്ട ആൾ, ഒരു മധ്യസ്ഥത വഹിക്കുന്ന ആൾ, അദ്ദേഹം ആ വിഷയം നന്നായിട്ട് പഠിച്ചു, കേസ് നന്നായിട്ട് ഇജ്തഹദ, അതിൽ അദ്ദേഹം നന്നായി പരിശ്രമിച്ച് ഒരുപാട് സമയം ചിലവഴിച്ച് അതിൽ അദ്ദേഹം മുന്നോട്ട് പോയി. അങ്ങനെ അദ്ദേഹം ഒരു വിധി പറഞ്ഞു. ഫഅസാബ, ആ വിധി ശരിയായാൽ, അദ്ദേഹം വിധിച്ച ആ വിധി ശരിയായാൽ ഫലഹു അജ്റാനി, അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മുടെ കൂട്ടത്തിൽ നീതിന്യായ നിർവാഹകരും മധ്യസ്ഥം വഹിക്കുന്നവരും കൈകാര്യകർത്താക്കളും ഒക്കെ ഉണ്ടല്ലോ. അവർ പഠിക്കേണ്ടുന്ന പാഠമാണ്. പ്രവാചകൻ തിരുനബി പഠിപ്പിക്കുകയാണ്: മുമ്പിൽ ഒരു വിഷയം വന്നാൽ നന്നായിട്ട് ആ പ്രശ്നത്തെ പഠിക്കണം, നിഷ്കളങ്കമായിട്ട് സമീപിക്കണം, നീതി പരമാവധി ഇതിൽ അർഹതപ്പെട്ട കക്ഷിക്ക് കിട്ടണം എന്ന നീയത്തുണ്ടാവണം. അങ്ങനെ ആ വിഷയത്തിൽ ഈ നീതിന്യായം പറയേണ്ടവൻ, വിധി പ്രസ്താവിക്കേണ്ടവൻ, ജഡ്ജിയായി ഹാക്കിമായി നിയുക്തനായവൻ നല്ല അളവിൽ കഴിവിൻ പഠിച്ച് പരിശ്രമിച്ചിട്ട് ഒരു വിധി പറഞ്ഞാൽ ആ വിധി ശരിയാണ് എങ്കിൽ ഫലഹു അജ്റാനി, 2 പ്രതിഫലമാണ്. ഒന്ന്, നീതി നടപ്പാക്കണം എന്ന നീയത്തോടുകൂടി ഈ വിഷയങ്ങളെ, കേസിനെ ശരിക്ക് പഠിച്ച് സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും നടത്തി തെളിവിന്റെ ബലപരിശോധന നടത്തിയിട്ട് കാര്യമായ രീതിയിൽ തന്നെ ആ വിഷയത്തിൽ വിധി പറയാൻ ശ്രമിച്ചു എന്നതിന് നീതിക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തിന് ഒരു പുണ്യം. അത് ശരിയായി വന്നപ്പോൾ ആ വിധി പ്രസ്താവം പൂർണ്ണമായും നിഷ്കൃഷ്ടമായ നീതിയായി പുറത്തു വന്നപ്പോൾ 2ാമത് പ്രതിഫലം. അങ്ങനെ പടച്ചവന്റെ അടുക്കൽ നിന്ന് പുണ്യം കിട്ടുന്ന പ്രവർത്തനമാണ്, ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമാണ്. നിഷ്കൃഷ്ടമായ നീതി നടപ്പിൽ വരുത്താൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ പരിശ്രമിക്കുന്നത് മുഖേന അവർ ചെയ്യുന്ന പ്രവർത്തനം ഇസ്ലാമിന്റെ മാർഗത്തിലെ ഉദാത്തമായ പ്രവർത്തനമാണ്. അതിനവർക്ക് അവരുടെ വിധി പ്രസ്താവം ശരിയായാൽ അവർക്ക് 2 പ്രതിഫലം. വൈദസ്തഹദ, അങ്ങനെ വേറെ ഒരു ഹാക്കിം അല്ലെങ്കിൽ ഈ വിധി പറയാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി വിഷയങ്ങൾ നന്നായിട്ട് പഠിച്ചു, അങ്ങനെ വിധി പറഞ്ഞു. പക്ഷേ ആ വിധിയിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതിഫലം, ഒരു കൂലിയുണ്ട്. ആ ഒരു കൂലി എന്തിനുള്ള കൂലിയാണ്? ഈ വിഷയത്തിൽ നീതി നടപ്പാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വിഷയത്തെ സമീപിച്ചത്. അദ്ദേഹത്തിന്റെ നീയത്ത് വളരെ ശുദ്ധമാണ്, നിഷ്കളങ്കമായ നീയത്താണ്. ഇതാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ചെയ്തത്. അദ്ദേഹം ഈ വിഷയത്തിൽ നീതി നടപ്പാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിഷയം പഠിച്ചു, വാദിയെ കേട്ടു, പ്രതിയെ കേട്ടു, സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും നടത്തി, ചിലപ്പോൾ സ്ഥലം പോയി സന്ദർശിച്ചിട്ടുമുണ്ടാവാം. അങ്ങനെ അദ്ദേഹം വിധി പറഞ്ഞു: ഈ തോട്ടക്കാരന്റെ കയ്യിൽ നിങ്ങളുടെ ആടുകൾ ഇരിക്കട്ടെ, ആടുകളെല്ലാം കൂടി അദ്ദേഹത്തിന് കൊടുക്കണം. അതിന് ദാവൂദ് നബിക്ക് 1 പ്രതിഫലമുണ്ട് എന്ന് ഈ ഹദീസ് മുഖേന മനസ്സിലാക്കാൻ പറ്റും. കാരണം നീതി നടപ്പാക്കുക, നിഷ്കൃഷ്ടമായ നീതി പുലരണം എന്ന ഉദ്ദേശത്തോടെയാണ് വിഷയത്തിൽ ഇടപെട്ടത്. എന്നാൽ ആ വിഷയം തന്നെ സുലൈമാൻ അലൈഹിസ്സലാം പഠിച്ചു. അദ്ദേഹം അതിൽ ഇത്തിരി കണ്ണോടുകൂടി കാര്യങ്ങളെ കണ്ടു. ആ ഉൾക്കാഴ്ച 3ാം കണ്ണ് അള്ളാഹു കൊടുത്തതാ. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വലിയ ശരി പറയാൻ പറ്റി. അദ്ദേഹം ഈ വിഷയത്തെ പഠിച്ചു, സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും നടത്തിയിട്ട് അദ്ദേഹം നടത്തിയ വിധി ഇങ്ങനെയാണ്: ഈ താറുമാറായി കിടക്കുന്ന, കോലം കെട്ട് കിടക്കുന്ന ഈ കൃഷിയിടം പുനഃക്രമീകരിക്കണം, പുനഃസംവിധാനിച്ചു കൊടുക്കണം. അതിനെത്ര സമയമെടുക്കുമോ അത്രയും കാലം നിങ്ങളുടെ ആടുകളുടെ ഉടമസ്ഥാവകാശം ഈ തോട്ടക്കാരനാണ് എന്ന് സുലൈമാൻ അലൈഹിസ്സലാം വിധി പറഞ്ഞു. അദ്ദേഹത്തിന് അജ്റാനി, 2 പ്രതിഫലം. ഒന്ന്, നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം, അതിന് അല്ലാഹു നൽകുന്ന പുണ്യം. 2ാമതായി ആ വിധി പ്രസ്താവം പൂർണ്ണമായും ശരിയായി എന്നതുകൊണ്ട് വീണ്ടും ഒരു പ്രതിഫലം. എന്തായിരുന്നാലും ശരി, നീതി പുലരണമെന്ന ഉദ്ദേശത്തോടു കൂടി വിഷയത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഒരു പുണ്യമുണ്ടെന്ന കാര്യം ഉറപ്പ്. അത് കൂടുതൽ ശരിയും
നിഷ്കൃഷ്ടമായ നീതിയുമാകുമ്പോൾ രണ്ട് പ്രതിഫലമുണ്ട് എന്ന്. അത്രയും ഉത്കൃഷ്ടമായ പ്രവർത്തനമാണ് ഈ നീതിന്യായ നിർവഹണത്തെ ഇസ്ലാം കാണുന്നത് എന്ന് വിനയപുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. കേവലം ഒരു ജോലിയായിട്ട് കാണാതിരിക്കുക, കേവലം ഒരു സ്ഥാനവും പദവിയുമായിട്ട് കാണാതിരിക്കുക. അങ്ങനെ തന്നെ സമീപിക്കുന്ന കക്ഷി തരുന്ന കൈമടക്കിന്റെ ബലത്തിൽ നീതിയെ സമീപിക്കാതിരിക്കുക, നീതിപീഠത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. നീതി ഉത്കൃഷ്ടമായ ഒന്നാണ്. അത് തകരുന്നിടത്ത് മനുഷ്യൻ ധാർമ്മികമായി തകരുമെന്നും നീതി നടപ്പാക്കാത്ത ഒരു രാജ്യത്ത് സ്വാസ്ഥ്യമുണ്ടാവുകയില്ല എന്നും നമുക്കിടയിൽ നടക്കുന്ന അരിങ്കൊലകൾ തന്നെ കൃത്യമായി വിളിച്ചു പറയുന്നുവെന്ന് വിനയപുരസ്സരം അറിയണം. അപ്പോൾ ഇത്രയും ഉൾക്കാഴ്ചയോടുകൂടി മനുഷ്യ സമൂഹത്തിൽ നിന്ന് ചോർന്നു പോകുന്നതെന്തോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് വിശുദ്ധ ഖുർആനിലെ ഈ പാഠങ്ങളെന്ന് വിനയപുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു തിരുവചനം അബൂ ദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയ മഹാന്മാരായ റഹിമഹുമുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ന്യായാധിപന്മാർ 3 വിധമാണ്. നീതി പറയുന്നവർ, നടപ്പാക്കുന്നവർ, വിധി പറയുന്നവർ. ഒരു വിഷയത്തിൽ മധ്യസ്ഥം ഏൽപ്പിക്കപ്പെട്ടവർ മുതൽ അവിടെ മുതൽ തുടങ്ങണം. ഒരു കുടുംബ വിഷയം, ഒരു മഹലിന്റെ പ്രശ്നം, ഒരു ചെറിയ സംവിധാനം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണ നീതിന്യായ നിർവഹണത്തിന്റെ ഉയർന്ന സ്ഥാനം ഏതോ ആവട്ടെ, അങ്ങനെ ഏതേതു സ്ഥാനത്തും നീതി വിധിക്കാനും നടപ്പാക്കാനും വിധിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർ 3 വിധമാണ്. അതിൽ ഒരു വിഭാഗം സ്വർഗാവകാശികളാണ്, 2-3 വിഭാഗം നരകാവകാശികളാണ്. ഒരു വിഭാഗം സ്വർഗാവകാശിയാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗം നരകാവകാശികളാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ 3 വിഭാഗത്തെയും വിശദീകരിച്ചു. വിഷയത്തിന്റെ മർമ്മം കണ്ടെത്തി, പ്രശ്നത്തിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ആ യാഥാർത്ഥ്യം കണ്ടെത്തി അതനുസരിച്ച് വിധി പ്രസ്താവിക്കുന്നവൻ, നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കാൻ അർഹതപ്പെട്ട കക്ഷിക്ക് നീതി നേടിക്കൊടുക്കാൻ വിഷയത്തെ പഠിച്ച് ഉൾക്കാഴ്ചയോടുകൂടി ഇടപെട്ട് വിധി പറയുന്ന നീതിന്യായ നിർവാഹകനുണ്ടല്ലോ, അവൻ സ്വർഗാവകാശിയാണ്. അവനാണ് 1ാമത് വിഭാഗം. അവൻ സ്വർഗാവകാശിയാണെന്ന് സഹോദരി സഹോദരന്മാരെ, നമസ്കാരം കൊണ്ടും സിക്റിന്റെ എണ്ണം കൊണ്ടും ഖത്മ് തീർത്തതിന്റെ ബൾക്ക് കണക്ക് കൊണ്ടും സ്വർഗം കയറാമെന്ന് വിചാരിക്കുന്ന ചിന്ത മാറ്റിവെച്ചിട്ട് ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിത മേഖലകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സത്യസാക്ഷാത്കാരത്തിന്റെ ഷഹാദത്ത് ഹക്കിന്റെ വക്താക്കളായി മാറും മുഖേന സ്വർഗം നേടാൻ കഴിയുമെന്നാണ് ഈ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് നീതിപൂർവ്വം നിർവഹിക്കുക, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, അധ്വാനം, അതിന്റെ ഭാഗമായി വിധിക്കുന്ന വിധി പ്രസ്താവം അത് നിഷ്കൃഷ്ടമായ നീതിക്ക് കാരണമായാൽ അത്തരം നീതിമാന്മാരായ ജഡ്ജിമാർ, അത്തരം നീതിമാന്മാരായ കൈകാര്യകർത്താക്കൾ അവർ സ്വർഗാവകാശികളാണ്. 2ാമത് വിഭാഗം യാഥാർത്ഥ്യം കണ്ടെത്തി വിഷയമറിയാം, ഇന്ന കക്ഷിയുടെ ഭാഗത്താണ് അന്യായം എന്ന് ശരിക്കറിയാം, പക്ഷെ അന്യായക്കാരന് വേണ്ടിയേ ഇയാൾ വിധി പറയൂ. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. യാഥാർത്ഥ്യം കണ്ടെത്തിയിട്ടും സത്യവിരുദ്ധമായി മനസ്സാക്ഷിയെ ലംഘിച്ച് വിധി പ്രസ്താവന നടത്തുന്നവർ, തീരുമാനമെടുക്കുന്നവർ, അവർ നരകാവകാശികളാണ്. അതാണ് 2ാമത് ഈ വിധികർത്താക്കൾ 2ാമത് കൂട്ടർ. 3ാമത് കൂട്ടർ അറിവില്ല, കാര്യങ്ങൾ കൈയാളാൻ യോഗ്യനല്ല. നേരത്തെ പറഞ്ഞ പോലെ കസേരയിൽ കിടക്കുന്നത് ജഡമാണ്, മയ്യത്താണ്. ഈ സ്ഥാനത്ത് കയറിയിരിക്കാം ഒന്നുകിൽ പിൻവാതിലിലൂടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഉപജാപത്തിലൂടെ, അല്ലെങ്കിൽ പണത്തിന്റെ ബലത്തിൽ. അങ്ങനെ കസേരയിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ ശുനകനോ എന്ന് കവി ചോദിച്ചതുപോലെ അത്തരത്തിലൊരവസ്ഥയിൽ നിയുക്തരായ ആളുകൾ, അറിവില്ലാതെ ജനങ്ങൾക്കിടയിൽ വിധി പറയാൻ ചുമതലയേൽപ്പിക്കപ്പെട്ടവൻ, അവൻ എന്ത് ചെയ്താലും ശരി അറിവില്ലായ്മ കൊണ്ടും അതിന് യോഗ്യനല്ലാതിരുന്നിട്ടും ആ സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന കാരണത്താൽ തന്നെ നരകാവകാശിയാണ്. ഇത്രയും കൃത്യമായ ഒരു പാഠം സമൂഹവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കാഴ്ചയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തിരുനബിയുടെ സുന്നത്ത് നമ്മുടെ മുഴു ജീവിത മേഖലയിലും വഴികാട്ടിയാവണമെന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. കൃത്യമായ 2 പാഠങ്ങളെ ദാവൂദ് അലൈഹിസ്സലാം, മകൻ സുലൈമാൻ അലൈഹിസ്സലാം ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പഠിപ്പിച്ച ഈ ആയാത്തുകൾ തുടർ പഠനത്തിന് സഹായകമാകുമാറാവട്ടെ. റമളാൻ മാസം മുന്നിൽ വന്നു നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഖുർആനിന്റെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്തക്കും പഠനത്തിനും മനനത്തിനും വിശുദ്ധ ഖുർആൻ വിഷയീഭവിപ്പിക്കും എന്ന ഒരു തീരുമാനത്തോടു കൂടി റമളാനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم ارض عن الخلفاء الراشدين وامراء المرشدين عن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعن نبيك حمزه والعباس وبقيه الصحابه والقرابه والتابعين كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.